ഹായ്, എല്ലാവർക്കും നാടൻ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. ചിലപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് പായസം വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സേമിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാലിൽ നമ്മൾ സേമിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ പരിപ്പ് പായസം, ഗോതമ്പ് പായസം അതൊക്കെ നമ്മൾ ചിലപ്പോൾ പാലിൽ വെച്ച് കഴിഞ്ഞാൽ അത്രണ്ട് നമ്മൾ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷെ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇത് നമുക്ക് ആ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ആദ്യം തന്നെ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പായസത്തിന് എടുക്കുന്ന പരിപ്പ്, ചെറുപയറിൻ്റെ പരിപ്പ്, അത് നമ്മൾ ഈ നെയ്യിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് ചെയ്യാം. ഇപ്പം ഞാൻ പരിപ്പ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് ചേർത്തും ഈ പായസം ഉണ്ടാക്കാം. നമുക്കപ്പോൾ പരിപ്പ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആ നെയ്യിലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണം. ശർക്കര വെള്ളത്തിൽ ഇട്ട് ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഏലക്കായ പൊടിച്ചത്, ഏലക്കായ ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാണ്. അപ്പോൾ ഒന്നും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും. അതിനുശേഷം നമ്മളത് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഈ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 2-3 വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. എയർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. പരിപ്പ് വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി വേവിക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ശരിക്കും ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ അതിനനുസരിച്ച് ഉടച്ച് ഉണ്ടാക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ പാല് നമ്മൾ തിളപ്പിച്ച അപ്പം തന്നെ ഒന്നല്ല ഒഴിക്കുന്നത്. ഒന്ന് തണുത്ത് ഇതായതിന് ശേഷമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ക്രീമി പരിവായി കിട്ടുകയാണെങ്കിൽ നല്ല. നമ്മളിപ്പോൾ പാല് നല്ലതായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ല തിക്കാവും പാല്. അപ്പോൾ അതാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലത്. അപ്പോൾ ആ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത് ഞാൻ പറഞ്ഞ പഞ്ചസാരയും കൂട്ടി പൊടിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതും കൂടി കൂട്ടി ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തീയിൽ അടുപ്പത്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് അടുപ്പത്ത്, കാരണം നന്നായിട്ട് തണുത്ത പാലായിരുന്നല്ലോ. അപ്പോൾ അതിൽ നല്ല ക്രീമിൻ്റെ കട്ട ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് തീയിൽ ജസ്റ്റ് വയ്ക്കാം. അതിനുശേഷം ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ കിസ്മിസ് എല്ലാം ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇടണം. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അല്പം ചുക്ക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങിന്, ഞാനും വലിയ കുക്കൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പരീക്ഷിച്ച് സക്സസ് ആയ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.